നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെച്ചാൽ ചാവക്കാട് മുതൽ പൊന്നാനി വരെ നൈറ്റിലായിട്ടുള്ള ഡ്രൈവിങ്ങിൽ എങ്ങനെ ഉണ്ടാവും കാണാനെന്നൊക്കെ. റോഡൊക്കെ എന്താ രസം എന്ന് അറിയൂ. അപ്പോൾ ചാവക്കാട് പാലത്തിൻ്റെ ചോട്ടിൽ നിന്ന് നമ്മൾ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ കുറച്ച് ദൂരം വരെ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ കുറച്ച് ദൂരം പോയി കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ പാലത്തിൻ്റെ മേലെ കയറാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവിടെയൊക്കെ കുറച്ചും കൂടി വർക്കുകൾ ബാലൻസ് ഉള്ളത് കാരണം അവിടെ റോഡ് പണി കഴിഞ്ഞെങ്കിലും അത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ അവർ ലൈറ്റും കാര്യങ്ങളും അതുപോലെ പല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർവീസ് റോഡ് മുഖേന നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗങ്ങളും പിന്നെ എവിടെയൊക്കെ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ചാവക്കാട് വിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചാവക്കാട് നിന്ന് സർവീസ് റോഡ് വഴി നമ്മൾ മണത്തല പള്ളിയൊക്കെ ആ വഴി പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ പോയിട്ട് എടക്കഴിയൂർ മന്നലാങ്കുന്ന് അങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്ക് മെയിൻ ഹൈവേയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പുതിയ ലൈറ്റും ബോർഡും എല്ലാം വെച്ചിട്ടുള്ള ആ ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിലേ ഫുള്ളായി വീഡിയോ കാണുക. എന്തായാലും പൊന്നാനി എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് കണ്ണ് നിറയെ ലൈറ്റും കണ്ണും റോഡൊക്കെ ഇങ്ങനെ കണ്ണ് നിറയെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ കണ്ടുകഴിഞ്ഞിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ക്യാമറ ക്ലിയർ കുറവ് കാരണം ഞാൻ നിർത്തിയിട്ട് വണ്ടി ആ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. രാഷ്ട്രീയത്തെ മറന്നു പോകാം, പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാൽ ഈ പാതയുടെ ഓരങ്ങൾ പുഴകൾ കടന്ന് കടലാളങ്ങൾ ഭാവിയിൽ വരും പുതുയാത്രകൾ അങ്ങനെ നമ്മൾ മണത്തല പള്ളിയിൽ അവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പണി സർവീസ് റോഡൊക്കെ പഴയ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല ജർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആദ്യം മാക്സിമം നമ്മൾ ക്യാമറ ഷേക്ക് ആവാത്ത രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സർവീസ് റോഡിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ കാണാം. അപ്പോൾ മണത്തല വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള സർവീസ് റോഡ് കയറി കിട്ടും. ചാവക്കാട് കടമണിയോടെ പൊന്നാനിയിലേക്കൊരു പേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. പിന്നെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർവീസ് റൂട്ടിൽ കൂടെ പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്പീഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പോകുക. കാരണം വെച്ചാൽ ഓപ്പോസിറ്റ് നന്നായി വണ്ടികൾ വരുന്ന കാരണം നമുക്ക് ലൈനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ പോക്കറ്റ് റോട്ടിൽ നിന്ന് വണ്ടികൾ കയറി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. പിന്നെ ഓപ്പോസിറ്റ് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ചില ആൾക്കാർക്ക് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ദൂരം പോയിട്ട് പാലത്തിൻ്റെ ചോട്ടിൽ കൂടെ കടന്നിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സർവീസ് റോഡ് ഇപ്പോൾ ഓൾറെഡി രണ്ട് ഭാഗത്തേക്ക് 1 വേ ഇല്ലാത്ത കാരണം ഇങ്ങനെ 2 വേ ആയതുകൊണ്ട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. പിന്നെ അതിൻ്റേതായ ലിമിറ്റ് വെച്ചിട്ടുള്ള സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് ഇപ്പോൾ യാത്ര ചെയ്യാം. മനസ്സില്ലാതെ രാഷ്ട്രീയത്തെ മറന്നു പോകാം, പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാ ഈ പാതയുടെ ഓരങ്ങൾ പുഴകൾ കടന്നു കടലാളങ്ങൾ ഭാവിയിൽ വരും പുതുയാത്രകൾ സേവിക്കുന്നതും ഇന്ന പണി കണ്ട ഞങ്ങൾ. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളം എല്ലാതിനുമുപരി വരികൾക്കൊരു ശ്വാസമൊരു സമ്മാനം.
നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി. താഴേക്കിടുന്ന താടിമുട്ടുകൾ, കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കായി. മധുരം നിറയുന്ന ഒരു യാത്ര. വിളക്കുകൾ ആരാധകർക്കായി. മധുരം നിറയുന്ന ഒരു യാത്ര. സുഖയാത്ര സമയം ലാഭം. കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം. എന്തു മനോഹരമായ റോഡ്. വബുടുവിലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. വബുടുവിലോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ. നമ്മളെ HP പമ്പ് എടക്കയൂർ ഭാഗത്തുള്ള പമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടക്കയൂർ പള്ളി എത്തി. പിന്നെ അത് കഴിഞ്ഞ് മാത്രമല്ല, ഇപ്പോൾ എടക്കയൂർ പള്ളി നമ്മൾ പോകുമ്പോൾ പൊന്നാനിക്ക് പോകുമ്പോൾ നമുക്ക് പള്ളിയൊന്നും കാണാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാലങ്ങളുടെ വർക്ക് കഴിഞ്ഞ കാരണം അവിടെ ഉയർന്ന് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്നാലും നമുക്ക് പഴയ ഓർമ്മയിൽ അവിടെയൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ പാലത്തിൻ്റെ ചോട്ടിക്കൂടെ വന്നിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാലം ഉയർന്ന കാരണം ഞങ്ങൾക്ക് പള്ളി കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമയത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ റോഡിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഇതേപോലെയുള്ള ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഈ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന മണത്തല പള്ളി, അതുപോലെ ഇടയ്ക്കൊരു പള്ളി, അവിടെ നിന്ന് അങ്ങോട്ട് കുറേ പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഉള്ള കാരണം അപ്പോൾ അവിടെയൊക്കെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇപ്പോൾ മണത്തല പള്ളി, ഇടയ്ക്കൊരു പള്ളിയുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മുന്നിലോട്ടുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം.
നമ്മുടെ നാടിന്റെ അഭിമാനം ഗഗറോയോലോലിസ് നമ്മുടെ നാടിന്റെ അഭിമാനം ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങള ഈ അനുഭവങ്ങൾ ഞാൻ കാണുന്ന ദൃശ്യങ്ങള ഈ അനുഭവങ്ങൾ സുഖയാത്ര സമയം ലാഭം കേരളം എത്ര സുന്ദരം സുഖയാത്ര കേരളത്തിൽ വരണം എന്തു മനോഹരമായ റോഡ് ഗഗറോയോലോലിസ് നമ്മുടെ നാടിന്റെ അഭിമാനം ഗഗറോയോലോലിസ് നമ്മുടെ നാടിന്റെ അഭിമാനം ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ ഈ അനുഭവങ്ങൾ ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ ഈ അനുഭവങ്ങൾ ഗഗറോയോലോലിസ് നമ്മുടെ നാടിന്റെ അഭിമാനം ഗഗറോയോലോലിസ് നമ്മുടെ നാടിന്റെ അഭിമാനം ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ ഈ അനുഭവങ്ങൾ അനുഭവങ്ങൾ ചാവക്കാട് കടന്നു പടിയോടെ പൊന്നാനിയിലേക്കൊരു ഇരുപേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ മുത്തശ്ശിയുടെ കഥകളുമായി കെട്ടിട്ട റോഡുകൾ അറിയാം ഈ ഭംഗിയിൽ മഷിയാനമില്ല നോക്കരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം ഈ ഭംഗിയിൽ മഷിയാനമില്ല നോക്കരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം എല്ലാതിനുമുപരി ഈ വഴികൾ നോക്കരോട് ശുശ്രൂഷായി നമുക്കൊരു സമ്മാനം നടക്കുമ്പോൾ മനസ്സിലില്ലാതെ രാഷ്ട്രീയത്തെ മറന്നു പോകാം പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാൽ ഈ അയാൾ പാതയുടെ ഓരങ്ങൾ പുഴകൾ കടന്ന് കടലാളങ്ങൾ ഭാവിയിൽ വരും പുതുയാത്രകൾ സേവിക്കുന്നതു ഇന്നു പണി കണ്ട ഞങ്ങൾ കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം എല്ലാതിനുമുപരി ഈ വഴികൾ നോക്കരോട് ശുശ്രൂഷായി നമുക്കൊരു സമ്മാനം To centuries we held our breath. Through those years we starved for rest. But no army can suppress the souls of a people in
protest. Our chains of oppression will break into a resurrection. On August 15th, the British lost control. At midnight, our dream became flesh and bones. So long we have waited for our independence. Oh, August 15th, the British lost control. From the dawn of time we shine. We are more than occupied. Our destiny is to thrive. So wave that tricolor flag high. Our chains of oppression will break into a resurrection. On August 15th, the British lost control. At midnight, our dream became flesh and bones. So long we have waited for our independence. Oh, August 15th, the British lost control. British lost control. ചാവക്കാട് കടന്നു പടിയോടെ പൊന്നാനിയിലേക്കൊരു ഇരുപേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. മുത്തശ്ശിയുടെ കഥകളുമായി കെട്ടിട്ട റോഡുകൾ അറിയാം. ഈ ഭംഗിയിൽ മഷിയാരമില്ല. മുഖരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. ഈ ഭംഗിയിൽ മഷിയേ ആരമില്ല. മുഖരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. എല്ലാതിനുമുപരി ഈ വഴികൾ നുക്കരോട് ശുശ്രൂഷായി നമുക്കൊരു സമ്മാനം. അപ്പം നമ്മൾ ഒരുവിധം മന്നലാകുന്ന ഭാഗങ്ങളൊക്കെ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഇനി ഈ നമുക്ക് മെയിനായിട്ട് മെയിൻ റോട്ടിൽ കൂടെ കയറി പോകാനുള്ള ഒരു സൗകര്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മെയിൻ നമ്മളെ ഹൈവേയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ സിഗ്നൽ ബോർഡും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണിക്കും. ഇപ്പോൾ നമുക്ക് ശരിക്കും യാത്ര ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ലൈനാണ് വരുന്നത്. അതിൽ 3 ലൈനിൽ നമ്മൾ ആദ്യം നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഈ ലൈന്, പിന്നെ സെൻട്രലിലുള്ള കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്യണമെന്നാണ് അത്. പിന്നെ നമുക്ക് ഒന്നും കൂടി സ്പീഡിൽ യാത്ര ചെയ്ത് ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റത്തേൽ പോവാം. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ്, പോലീസ് അങ്ങനെ അവർക്ക് സ്പീഡ് ലിമിറ്റ് വിട്ടിട്ടുള്ള അങ്ങനെ പോകാനുള്ള ഒരു ട്രാക്കാണത്. അതിൽ നമ്മളെപ്പോഴും യാത്ര ചെയ്യാതിരിക്കാൻ നല്ലത്. അപ്പോൾ നമുക്ക് എപ്പോഴും സെൻട്രലിൽ പിടിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാ ഭാഗത്തും സിഗ്നൽ ബോർഡുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ സിഗ്നൽ ബോർഡ് നമുക്ക് എക്സിറ്റ് വരുന്ന സ്ഥലങ്ങളും അതുപോലെ എൻട്രി ചെയ്യേണ്ട സ്ഥലങ്ങളും ബോർഡൊക്കെ ഉണ്ടാവും. അതൊക്കെ 100 മീറ്റർ പിന്നെ അതുപോലെ സിഗ്നലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ട്രാക്ക് ചെയ്ത് കൊടുത്ത് യെല്ലോ മാർക്കിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയൊക്കെയാണ് എക്സിറ്റ് എന്നൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ യാത്ര വിശേഷങ്ങളൊക്കെ കാണാം.
ചാവക്കാട് കടന്നു പടിയോടെ പൊന്നാനിയിലേക്കൊരു ഇരുപേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. മുത്തശ്ശിയുടെ കഥകളുമായി കെട്ടിട്ട റോഡുകൾ അറിയാം. ഈ ഭംഗിയിൽ മഷിയാനമില്ല, മുഖരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരുടെ അഭിമാനമായി കേരളതരം. ഈ ഭംഗിയിൽ മഷിയാനമില്ല, മുഖരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. എല്ലാതിനുമുപരി ഈ വഴികൾ നുക്കരോട് ശുശ്രൂഷായി നമുക്കൊരു സമ്മാനം. നടക്കുമ്പോൾ മനസ്സിലില്ലാതെ രാഷ്ട്രീയത്തെ മറന്നു പോകാം. പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാൽ. ഈ അയാൾ പാതയുടെ ഓരങ്ങൾ, പുഴകൾ കടന്ന് കടലാളങ്ങൾ, ഭാവിയിൽ വരും അപ്പൊ നമ്മള് പൊന്നാനിക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നഗലെന്ന് നമുക്ക് വലിയൊരു വെളിച്ചം വിട്ടമായിരുന്നത് കാണുന്ന കണ്ടില്ലേ. ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോഡിലുള്ള നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓൺ ആയതിൻ്റെ ശേഷമാണ്. അപ്പോൾ ഓണായത് കണ്ടില്ലേ, എന്താ ഭംഗി നോക്കി, എന്താ വെളിച്ചം. റോഡൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് അടിപൊളിയായില്ലേ. ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. വണ്ടിയുടെ മുകളിൽ ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ബോർഡുകളൊക്കെ ചാലുമായിട്ടുണ്ട്. പിന്നെ എന്താ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത് പോകണ മാതിരിയല്ല. എന്തൊരു സുഖം എന്ന് പറയൂ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന. അത് മാത്രമല്ല നമുക്ക് സമയലാഭം എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ പല അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ എപ്പോഴും പോകുമ്പോൾ സെൻറ്റർ ചെയ്ത് പിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനും അതുപോലെ എൻട്രി ചെയ്യാനുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വന്ന് വണ്ടി കയറുന്ന ഇറങ്ങുന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്.
കൊടുങ്ങല്ലൂർ മുതൽ ചാവക്കാട് വരെ എത്ര സുന്ദരമായ റോഡ്. കേരളത്തിൻ അഭിമാനിക്കാം സുഖയാത്ര എത്ര മനോഹരം. കേരളം അതിസുന്ദരം. എത്ര തവണ യാത്ര ചെയ്താലും മതി വരില്ല അങ്ങു നീണ്ടുകിടക്കുന്ന മനോഹരമായ സുന്ദരമായ നാട്, സുന്ദരമായ എത്ര സുന്ദരമായ റോഡും കേരളത്തിൻ അഭിമാനിക്കാം സുഖയാത്ര എത്ര മനോഹരം. കേരളം അതിസുന്ദരം. എത്ര തവണ യാത്ര ചെയ്താലും മതി വരില്ല അങ്ങു നീണ്ടുകിടക്കുന്ന മനോഹരമായി സുന്ദരമായ നാട്, സുന്ദരമായ. നമ്മള് പൊന്നാനിയില് നമുക്ക് സെൻട്രലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊന്നാനിയിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് പാലം കയറി കഴിഞ്ഞ് ഫസ്റ്റ് എക്സിറ്റിൽ പുറത്തു കയറണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വീണ്ടും ഒരു എൻട്രാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പാലം കഴിഞ്ഞിട്ട് പൊന്നാനിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് എക്സിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അവിടുന്ന് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങി യൂട്ടേണൊക്കെ അടിച്ചിട്ട് വരേണ്ടി വരും. അപ്പൊ എപ്പോഴും നമ്മളത് വളരെ ശ്രദ്ധിച്ചോ. പൊന്നാനി എത്താനായിട്ട് മുന്നേ പാലം കഴിഞ്ഞേക്ക് തന്നെ ഫസ്റ്റ് കിട്ടുന്ന നമ്മള് ലെഫ്റ്റ് സൈഡിൽ എക്സിറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി പോക്കറ്റ് റോഡ് വഴി പോയിട്ട് നമുക്ക് പൊന്നാനി ഇവിടേക്കൊക്കെ പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. ഞാൻ അതിന്റെ എക്സിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കേരളം അതിസുന്ദരം. എത്ര തവണ യാത്ര ചെയ്താലും മതി വരില്ല അങ്ങു നീണ്ടുകിടക്കുന്ന മനോഹരമായി സുന്ദരമായ നാട്. നമ്മള് ഇവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ആയി. അപ്പൊ നമ്മൾ ഈ എക്സിറ്റിൽ നമ്മൾ പുറത്തിറങ്ങണം. ഈ എക്സിറ്റിൽ പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ മാക്സിമം എല്ലാവരും ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തോളൂ. പിന്നെ ഒരാൾ നടന്നു പോണ കണ്ടു. അപ്പൊ ആളോട് പോരണ ചോദിച്ചു. പക്ഷെ ആള് ഇല്ല, ഞാൻ ഇവിടെ ഇതുവരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഹൈവേയിൽ ഇങ്ങനെ നടക്കണപ്പോ തോന്നിയിട്ട് ഞാൻ ചോദിച്ചു, ഒരു പ്രായമുള്ള ഒരാളാണ്. അപ്പൊ ആള് ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും യാത്ര തുടരാം. അപ്പൊ അങ്ങനെ പോവാണ്. അപ്പോ നമ്മൾ എക്സിറ്റ് റോഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ലൊരു യാത്ര എപ്പോഴും അടുക്കം കൂട്ടും നിനക്കുമായി. താഴേക്കിടുന്ന താടിമുട്ടുകൾ കുറുകിടുന്ന മുടിവിളക്കുകൾ ആരാധകർക്കാ മധുരം നിറയുന്ന ഒരു യാത്ര. ഇറങ്ങിയ ആൾക്കാർക്ക് അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ഹൈവേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും എൻട്രി ഉണ്ട്. അപ്പൊ എൻട്രി വീണ്ടും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നേരെ നമുക്ക് പൊന്നാനിക്ക് തന്നെ ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് മുടിവിളക്കുകൾ ആരാധകർക്കാ
ഇവിടുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടതുവശത്തു കൂടെ പോകണം. ഇത് നേരെ സർവീസ് റോഡ് വഴി തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ തന്നെ പോയിട്ട് പെട്ടു. അപ്പോൾ അതുപോലെ പല ആൾക്കാരും ഇതിങ്ങനെ റോഡ് സ്ട്രൈറ്റ് കാണാണ്ടിട്ട് ഇത് ഞാൻ മുന്നേ ഇതേപോലെ പോണ സമയത്തും അവിടെ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടാവിച്ചിട്ട് ഞാൻ അത് വഴിക്ക് പോയത്. മുന്നേ പോയിട്ട് അതേപോലെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കുറേ അവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടുള്ള പല വഴികളും നോക്കി, ഒന്നും നടന്നില്ല, ആ കുടുങ്ങിപ്പോയി. അപ്പോൾ അത് ഈ ഒരു റോഡ് നമ്മൾ പോവാതിരിക്കുക നല്ല. ഇവിടെ റോഡ് പണി കഴിയാത്ത കാരണം അവരവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് എപ്പോഴും ഈ ആ പമ്പിൻ്റെ അവിടെ നിന്നായിട്ട് നമ്മൾ ലെഫ്റ്റ് കയറിയിട്ട് പോവായിരിക്കും എല്ലാവർക്കും നല്ലത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ബ്ലോക്കായിട്ട് കിടക്കണ കണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് അപ്പുറത്ത് കിടക്കാനാണെന്ന് വെച്ചെങ്കിൽ അവിടെ ഒരു വഴിയും കണ്ട്. അപ്പോൾ ആ വഴിക്കൊന്ന് പോയി നോക്കിയാലോ എന്നുള്ള അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. അവിടെ നിന്നിട്ട് നമ്മൾ മെല്ലെ ആ റോട്ടിൽ കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി പോയി നോക്കി. അവിടെയൊക്കെ ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവിടെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വല്ല അവർ കുഴി കുത്തിയ സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ അവിടെ പിന്നെ പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടും ഉണ്ടായി. പിന്നെ അവിടുന്ന് അപ്പുറത്തേക്ക് വരുന്ന അവിടുന്ന് ആ റോഡും ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ എന്നിട്ട് വണ്ടി തിരിച്ച് പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോവാതിരിക്കാൻ നല്ലത് കേട്ടോ. പൊന്നാനിയിൽ മെയിനായിട്ട് ഈ നമ്മൾ കുറേ ആൾക്കാർക്ക് പറ്റുന്നുണ്ടോണ്ട് നമ്മൾ പോകുന്നതിന് ശേഷം വീണ്ടും ഇതായിരിക്കണം. അപ്പോൾ അതുപോലെ ഇവിടെ വന്നപ്പോൾ ഇവിടെയും ബ്ലോക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ചെറിയ വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് പോകാൻ പാകില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി തിരിച്ച് പോകാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ തിരിച്ചിട്ട് ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ പാലത്തിൻ്റെ അവിടുന്ന് നമ്മൾ നേരെ വന്ന ലെഫ്റ്റ് റോഡ് ആ പമ്പിൻ്റെ അവിടെ ഫ്രണ്ടിലേക്ക് എത്തും. അപ്പോൾ അവിടുന്ന് നമുക്ക് തിരിച്ച് പോരാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അമ്മിളികളൊക്കെ പറ്റാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നന്നായിരിക്കും. ആരാധകർക്കാ മധുരം നിറയുന്ന ഒരു യാത്ര. താഴേക്കിടുന്ന താടിമുട്ടുകൾ, കുറുകിടുന്ന മുടിവിളക്കുകൾ, ആരാധകർക്കാ മധുരം നിറയുന്ന ഒരു യാത്ര. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടുന്ന് പാലത്തിൻ്റെ ചോട്ടിൽ കൂടെ നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ പാലത്തിൻ്റെ ചോട്ടിൽ കൂടെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പമ്പിൻ്റെ അവിടേക്ക് എത്തും. പമ്പിൻ്റെ അവിടുന്ന് നേരെ നമ്മൾ വീണ്ടും റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പൊന്നാനിക്ക് പോവാം. അങ്ങനെ ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തും കൂടിയിട്ടുള്ള കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ അവിടുന്ന് നമുക്ക് അവിടേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത്, റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു സ്ഥലം കൂടി നമ്മൾ കാണിച്ചു തരാം. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആ പാലത്തിൻ്റെ ചോട്ടിൽ കൂടെ വേണം നമുക്ക് പോകാൻ. ഇപ്പോൾ ഈ റോഡ് വർക്ക് കഴിയാത്തതിൻ്റെ പേരില്ല, അല്ലെങ്കിൽ നമുക്കത് അവിടുന്ന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു അങ്ങനെ പോകാൻ. അപ്പോൾ അത് ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പോണ വഴികളൊക്കെ കാണിച്ചു തരാം. സഹകരണപ്പുറം പച്ചയിൽ നിറമാട്ടുമ്പോ റോഡോ നീ വന്നു എന്നാ പറയുന്നതു ഒന്നുമില്ലാത്തതു നമ്മളെപ്പോലെ. നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ആണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോയിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വന്ന വഴിയും പാലം അവിടുന്ന് പാലത്തിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പൊന്നാനിക്ക് ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടി നേരെ ഫ്രണ്ടിലേക്ക് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനി എല്ലായിടത്തേക്ക് എത്താൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
മനോഹരമായ റോഡ്. കക്കരോയോലോലിസ് നമ്മുടെ നാടിന്റെ അഭിമാനം. കക്കരോയോലോലിസ് നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ ഞാൻ കാണുന്ന ദൃശ്യങ്ങള ഈ അനുഭവങ്ങൾ. ഞാൻ കാണുന്ന ദൃശ്യങ്ങള ഈ അനുഭവങ്ങൾ. സുഖയാത്ര സമയം ലാഭം കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം എന്തു മനോഹരമായ റോഡ്. ഗഗറോയോലോലിസ് നമ്മുടെ നാടിന്റെ അഭിമാനം. ഗഗറോയോലോലിസ്. അപ്പൊ നമ്മളെ ചാവക്കാട് മുതൽ പൊന്നാനി വരെയുള്ള റോഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പകലത്തെ വീഡിയോസ് നമ്മൾ വേറെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർഹാൻ. ബൈ.